നമസ്കാരം. ബംഗ്ലാദേശിൽ കലാപം കെട്ടടങ്ങുന്നില്ല, ആളിക്കത്തുകയാണ്. അതായത് അവിടെ ജമാഅത്ത് ഇസ്ലാമിന്റെ നേതൃത്വത്തിൽ കലാപം തന്നെയാണ് അവിടെ നടക്കുന്നത്. ഒരു സ്പോൺസേർഡ് കലാപം തന്നെയാണ്. അതിനൊരു കുറവുമില്ല. ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന നിരോധിച്ച മത തീവ്രവാദി സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാം. നിലവിൽ മുഹമ്മദ് യൂനൂസ് ആദ്യം നല്ല വ്യക്തിയായിട്ട് അഭിനയിച്ച് കാണിക്കുകയായിരുന്നു. ബംഗ്ലാദേശിൽ ക്രമസമാധാനം തന്നെ തകർത്ത് കളഞ്ഞ മുഹമ്മദ് യൂനൂസാണ് അതിൽ മുഖ്യ പങ്ക് വഹിച്ചത് എന്ന് ഇപ്പോൾ ഇന്ത്യക്ക് മനസ്സിലായി കഴിഞ്ഞു. അതോടുകൂടി ഇന്ത്യക്ക് മുഹമ്മദ് യൂനൂസിൽ നല്ലൊരു സംശയം ഉണ്ടാകാൻ തുടങ്ങിയിരിക്കുകയാണ്. മോദി കർശന നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അതായത് ഹിന്ദുക്കളെ തൊട്ടാൽ ഇനി ഉണ്ടാകാൻ പോകുന്നത് ബംഗ്ലാദേശ് സർക്കാർ പോലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത തരത്തിലുള്ള പ്രഖ്യാഘാതമായിരിക്കുമെന്ന് മോദി മുഹമ്മദ് യൂനൂസിനെ ഫോണിൽ വിളിച്ച് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് മുഹമ്മദ് യൂനൂസ് പിന്നെ ഹിന്ദുക്കളെ ഒന്നും ആക്രമിക്കരുതെന്ന ഒരു നിർദ്ദേശം ഇറക്കേണ്ടി വന്നത്. നിലവിൽ ജമാഅത്ത് ഇസ്ലാമിയുടെയും വിദ്യാർത്ഥി സംഘടനയായ ഇസ്ലാമി ഛാത്ര ശിബിറിന്റെയും നിരോധനം പിൻവലിച്ച ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ അതിന്റെ നിരോധനമെല്ലാം തന്നെ എടുത്ത് മാറ്റിയിരിക്കുകയാണ്. മുഹമ്മദ് യൂനൂസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരാണ് ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് സർക്കാർ ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിച്ചത്. ബംഗ്ലാദേശിൽ സംവരണ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നാലെയാണ് ജമാഅത്ത് ഇസ്ലാമിയും വിദ്യാർത്ഥി സംഘടനയായ ഇസ്ലാമി ഛാത്ര ശിബിറിന്റെയും ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് സർക്കാർ നിരോധിച്ചത്. ജമാഅത്ത് ഇസ്ലാമി ഛാത്ര ശിബിറും തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്നാരോപിച്ചിട്ടാണ് മുൻ സർക്കാർ അതിനൊരു നിയന്ത്രണം തന്നെ ഏർപ്പെടുന്നത്. കർശനമായ ഒരു കടിഞ്ഞാണ് തന്നെ ഷെയ്ഖ് ഹസാൻ അവർക്കെതിരെ ഇട്ടു. എന്നാൽ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്നതിന് വ്യക്തമായ തെളിവില്ല എന്നാണ് ഇടക്കാല സർക്കാർ പുറത്തിറക്കിയ ഗസറ്റ് വിജ്ഞാപനത്തിൽ ആരോപിക്കുന്നത്. ഈ വർഷം ഓഗസ്റ്റ് 1 ജമാഅത്ത് ഇസ്ലാമി ഛാത്ര ശിബിർ തുടങ്ങിയ എല്ലാ അനുബന്ധ സംഘടനയും തീവ്രവാദ വിരുദ്ധ നിയമങ്ങൾ പ്രകാരം ബംഗ്ലാദേശിൽ നിരോധിച്ചത്. 2013 ഹൈക്കോടതി ജമാഅത്ത് ഇസ്ലാമിയുടെ രജിസ്ട്രേഷൻ അസാധുവായി പ്രഖ്യാപിക്കുകയും 2018 ഡിസംബർ 7 തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ ജമാഅത്ത് ഇസ്ലാമി നൽകിയ അപ്പീൽ 2023 സെപ്റ്റംബർ 19 ബംഗ്ലാദേശ് സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിക്കളഞ്ഞു. ഇതോടെ തിരഞ്ഞെടുപ്പ് രംഗത്ത് മത്സരിക്കാൻ പോലും സംഘടനയ്ക്ക് സാധിച്ചിരുന്നില്ല. അതേസമയം മുഹമ്മദ് യൂനൂസ് ഭീകരർക്ക് ഒപ്പമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ നവമാധ്യമങ്ങളിലടക്കം ഉയരുന്നത്. എന്തെന്നാൽ ബംഗ്ലാദേശിൽ അനുവദിക്കില്ല എന്നായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ യൂനൂസ് പറഞ്ഞത്. അതായത് ബംഗ്ലാദേശിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു പ്രവർത്തനങ്ങളും അനുവദിക്കില്ല എന്ന് പറഞ്ഞിരുന്ന മുഹമ്മദ് യൂനൂസ് പെട്ടെന്ന് തന്നെ കളം മാറുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. എന്നാൽ അതേ മുഹമ്മദ് യൂനൂസ് തന്നെ നിരോധിത സംഘടനകളുടെ നിരോധനം പിൻവലിക്കുമ്പോൾ നിരവധി ചോദ്യങ്ങളാണ് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിനോട് ചോദിക്കാനിരിക്കുന്നത്. കൂടാതെ ബംഗ്ലാദേശിലെ തീവ്രവാദി നേതാവ് ജഷീമുദ്ദീൻ റഹ്മാനെയും മുഹമ്മദ് യൂനൂസിന്റെ ഇടക്കാല സർക്കാർ കഴിഞ്ഞ ദിവസം ജയിൽ മോചിതനാക്കിയിരുന്നു. അതിനാൽ തന്നെ മുഹമ്മദ് യൂനൂസ് ഭീകർക്കൊപ്പമോ എന്ന ചോദ്യത്തിൽ അസ്വാഭാവികത കാണാൻ കഴിയില്ല. എന്തായാലും മുഹമ്മദ് യൂനൂസ് എന്ന വ്യക്തി, നോബൽ തേജാവായ വ്യക്തി, ഇടക്കാല സർക്കാരിന്റെ പ്രധാനമന്ത്രിയായിട്ട് അവിടെ ബംഗ്ലാദേശിൽ ഭരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അതീവ ഒരു ഭീകരവാദിയെ തന്നെ മുഹമ്മദ് യൂനൂസ് ആദ്യം തന്നെ പുറത്തേക്ക് ഇറക്കുമ്പോൾ, അത് ജയിലിൽ നിന്ന് മോചിതനാകുമ്പോൾ ബംഗ്ലാദേശിൽ എന്താണ് ഇനി നടക്കാൻ പോകുന്നതെന്നാണ് കാത്തിരിക്കേണ്ടത്. മുഹമ്മദ് യൂനൂസ് പാകിസ്ഥാനിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന സംഘടന ISIയുമായി ഒരു കൈകോർത്തുകൊണ്ട് ബംഗ്ലാദേശിൽ ഇനി ഒരു വലിയൊരു സ്ഫോടന പരമ്പരയോ അല്ലെങ്കിൽ ഒരു കലാപം തന്നെ അടിച്ചു വിടാനുള്ള സാധ്യതയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നതാണ് ഇനി നമ്മൾ കണ്ണു തുറന്ന് കാണേണ്ട ഒരു കാഴ്ച. ബംഗ്ലാദേശിൽ എന്തെങ്കിലും സംഭവം നടന്നാൽ ഇന്ത്യക്ക് അത് വലിയൊരു പ്രശ്നം തന്നെയാകും. അതുകൊണ്ട് തന്നെയാണ് IBയും ആഭ്യന്തര മന്ത്രാലയവും അടക്കം വലിയ തോതിൽ തന്നെ ബംഗ്ലാദേശിന്റെ ഓരോ നീക്കങ്ങളും അവർ അണുവിടാതെ 24 മണിക്കൂറും, അതായത് 24/7 അവർ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. IBയും റോയും ആഭ്യന്തര മന്ത്രാലയവും അടക്കം. എന്തെങ്കിലും തരത്തിൽ ബംഗ്ലാദേശിൽ ഒരു സംഭവം അരങ്ങേറിയാൽ അതായത് ഇന്ത്യക്ക് തന്നെ അത് ദോഷകരമാകും എന്നൊരു സംഭവം അരങ്ങേറിയാൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ ബംഗ്ലാദേശിന്റെ അതിർത്തി കടന്ന് ഇന്ത്യൻ സൈന്യത്തിന്റെ യുദ്ധവിമാനങ്ങളും ഇന്ത്യൻ സൈന്യവും അവിടെ ഇറങ്ങും. കൂടുതലായിട്ട് ബംഗ്ലാദേശ് ഏരിയ കംപ്ലീറ്റ് തന്നെ ഇന്ത്യൻ പട്ടാളം പിടിച്ചെടുക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അത് ആദ്യമേ തന്നെ മോദി മുഹമ്മദ് യൂനൂസിനോട് വ്യക്തമാക്കിയത് തന്നെയാണ്.